ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി വ്ളോഗാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റഡി വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഓക്കെ ആവും എന്നറിയില്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശിവരാത്രിയുടെ അന്നാണ് കേട്ടോ. അപ്പോൾ അന്നാണെങ്കിൽ ക്ലാസ്സും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന്. ഞങ്ങൾക്ക് കോളേജിൽ ഇൻ്റേണൽ എക്സാം സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സാം വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. എനിക്കാണെങ്കിൽ അതിൽ വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം കുറേ ഉണ്ട്. അപ്പോൾ എത്രയൊക്കെ ഉണ്ടെന്ന് ഞാൻ മറിച്ച് നോക്കാണ് കേട്ടോ. ഇതാണെങ്കിൽ എത്ര മറിച്ചിട്ട് തീരുന്നില്ല. അത്യാവശ്യം കുറേ പേജസ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ പോർഷൻസ് ആക്കി പഠിക്കാമെന്ന്. അതാവുമ്പോൾ പഠിക്കാനായിട്ട് ഒന്നും കൂടെ സിമ്പിളാവും. അപ്പോൾ ഞാൻ ഓരോ ടോപ്പിക്സ് ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ടെക്സ്റ്റാണ് നോക്കുന്നത്. ഇതിലാണെങ്കിൽ കുറേ തിയറീസ്, ജേണൽ എൻട്രീസ്, ഡിഫറൻസ്, ഫോർമാറ്റ്സ് അങ്ങനെ കുറേ പഠിക്കാനുണ്ട്. ഈ ഫോർമാറ്റ്സ് തന്നെ കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. പിന്നീട് ഫ്രണ്ട്സിൻ്റെ മെയിൻ പോയിന്റ്സ് അല്ല, ഹെഡിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഹൈലൈറ്റർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനായിട്ട് ഒന്നും കൂടെ ഈസി ആവും. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറച്ചേരം ഇരുന്ന് പഠിക്കാമെന്ന്. ഞാൻ എങ്ങനെ പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരേ ടോപ്പിക്ക് കുറേ ടൈംസ് വായിക്കണം. അങ്ങനെ കുറേ ടൈം എടുത്തിട്ടുണ്ട് ഞാൻ പഠിക്കാറ്. പിന്നെ എനിക്ക് നടന്ന് പഠിക്കണം എന്നൊന്നും കൂടെ കംഫേർട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നടന്ന് പഠിക്കുകയാണ് ചെയ്യണത്. ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റും കേട്ടോ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ തിയറി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫോർമാറ്റാണ് പഠിക്കാനുള്ളത്. അതിൽ ഒരു 4-5 ബോക്സ് പഠിക്കാനുണ്ട്. അതിൽ ഒരെണ്ണം കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ബോക്സാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഠിക്കാനിരിക്കുന്ന ടൈമിൽ ഞാൻ സൈഡിൽ സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കൊന്നും കൂടെ പഠിക്കാനായിട്ട് പറ്റും. എനിക്ക് അങ്ങനെ പഠിക്കണതാണ് കേട്ടോ ഒന്നും കൂടെ ഇൻട്രസ്റ്റ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ പോർഷൻസ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു നോക്കുന്നുണ്ട്. അത്യാവശ്യം നേരമൊക്കെ ഇരുന്ന് പഠിച്ചപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ വീണ്ടും പഠിക്കാതിരിക്കുന്നത്. ഇങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് നേരമൊക്കെ ബ്രേക്ക് എടുക്കണം കേട്ടോ. അങ്ങനെ ബ്രേക്കൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പകുതി റീഫ്രഷിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പോർഷൻസ് പഠിക്കാനും തോന്നും. ഈ ഒരു തിയറി പോർഷൻസ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ അത്യാവശ്യം കുറേ പഠിക്കാനുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ മാക്സിമം പഠിക്കാൻ വേണ്ടി സ്പീഡാക്കുന്നുണ്ട്. ഇനി പഠിക്കാനാണെങ്കിൽ ഒരു ദിവസം പോലും ഇല്ല. പിറ്റേ ദിവസമാണെങ്കിൽ നമുക്ക് ക്ലാസ് ഉണ്ട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ ആകെ ഒരു നൈറ്റേ കിട്ടുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഈവനിങ് ആകുമ്പോഴേക്കും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേണം പ്രോബ്ലംസിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറ ഓഫാക്കിയിട്ട് പോയി പഠിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തോ ക്യാമറ ഓണാക്കി വെക്കുമ്പോൾ ഒരു പഠിക്കാൻ പറ്റാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ക്യാമറ ഒക്കെ ഓഫ് ആക്കിയിട്ട് പോയിരുന്ന് പഠിക്കും. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുക്കും. അങ്ങനെ എൻ്റെ തിയറി പോർഷൻസും ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാപ്പൊക്കെ പോയി എടുത്തു കൊടുത്തിട്ട് പ്രോബ്ലംസ് പേപ്പർ ചെയ്യാൻ നോക്കാം. പ്രോബ്ലംസ് ആണ് കേട്ടോ ഇനി അടുത്ത ടാസ്ക്. ഇതിലാണെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഒന്നും കൂടെ ഈസി ആവും. ഈ വ്ളോഗ് എടുക്കുമ്പോഴുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യും, ഫോൺ അധികം യൂസ് ചെയ്യുകയും ചെയ്യൂല. അപ്പോൾ അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യാം. ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എക്സാം ആകുമ്പോഴേക്കും പഠിച്ച് തീരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. കാരണം പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടഫ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഒന്നിട്ടും മനസ്സിലാവണില്ല. അതൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷനായിരുന്നു. പക്ഷേ ഇതാണെങ്കിൽ എങ്ങനെയും തീർക്കുകയും വേണം. അങ്ങനെ ഞാൻ യൂട്യൂബ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആൻസേഴ്സൊക്കെ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഞാൻ അപ്പുറത്തെ പേജിലേക്കൊക്കെ മറിച്ച് നോക്കിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. തലേ ദിവസം രാത്രി നല്ല തണുത്ത 7up കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ. അങ്ങനെ എൻ്റെ പഠിപ്പ് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫോണാണെങ്കിൽ നോക്കിയപ്പോൾ ചാർജും കുറവായിരുന്നു. അപ്പോൾ ഞാൻ പവർ ബാങ്ക് ഒക്കെ എടുത്ത് കൊടുത്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പ്രോബ്ലംസ് ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. ഇനിയുണ്ട് അത്യാവശ്യം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കാമെന്ന്. പിന്നെ ഇത് എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു ഹെഡ്ഫോണാണ് കേട്ടോ. വാപ്പ ഗൾഫിൽ പോയി വന്നപ്പോൾ എനിക്ക് വേണ്ടി കൊടുന്നതാണ്. ഇതിന് 2 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു വൈറ്റ് കളറിലും ഉണ്ട്, ഈ ഒരു ബ്ലാക്ക് കളറിലും ഉണ്ട്. രണ്ടും നല്ല അടിപൊളി
സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒന്നും കൂടെ കംഫേർട്ടും നല്ല സൗണ്ട് ഉള്ളതും ആ വൈറ്റ് ആണ് കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ചായിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ്ഫോണൊക്കെ നോക്കുന്നത്. അപ്പോൾ വാപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാപ്പാനോട് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. സമയം ഏകദേശം ഒരു 6 മണി 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിൻഡോ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.